നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കണ്ണു തള്ളിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പതിവ് രീതിയാണ്. എന്നാൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ ഈ തന്ത്രമൊന്നും ഇനി അധികകാലം പയറ്റാൻ അവിയൽ മുന്നണിക്ക് കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തതുപോലെയുള്ള കപടമായ വാഗ്ദാനങ്ങളിലൂടെ ഇത്തവണയും ജനങ്ങളെ പറ്റിക്കാമെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വ്യാമോഹിക്കേണ്ടെന്നും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി തുടച്ചു നീക്കപ്പെടുമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എവിടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ വന്നാൽ ഭരണഘടന അവസാനിപ്പിക്കുമെന്ന് ചിലർ പ്രചരിപ്പിച്ചു. പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ തുടരുകയാണ്. ബാബാ സാഹിബ് അംബേദ്കറിനെ അദ്ദേഹം ബഹുമാനിച്ചതുപോലെ ആരും ബഹുമാനിച്ചിട്ടില്ല. അംബേദ്കറുടെ സ്മാരകമായാണ് പഞ്ചതീർത്ഥം എന്ന് നിർമ്മിച്ചിരിക്കുന്നതെന്നും യോഗി പറഞ്ഞു. സംവരണം നിർത്തലാക്കുമെന്നായിരുന്നു ആരോപണം. SP-യുടെ ഭരണകാലത്ത് നടന്ന എല്ലാ നിയമനങ്ങളിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം പോലും ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഇത്തരം പദ്ധതികളിലൂടെ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ SP-ക്കോ കോൺഗ്രസിനോ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ബുൾഡോസറിന്റെ പേടിയാണ്, എന്നാൽ അത് നിരപരാധികൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ യുവാക്കളുടെ ഭാവി തകർക്കുന്ന ക്രിമിനലുകൾക്കുള്ളതാണ്. ഞാനിവിടെ വെറും ഒരു ജോലി ചെയ്യാൻ വന്നതല്ല. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരും അതിനുള്ള ഫലം അനുഭവിക്കും എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്നും യോഗി പറഞ്ഞു. ഇത് ഞങ്ങളുടെ സാധാരണ പോരാട്ടമല്ല, ഇത് പ്രതാപത്തിന് വേണ്ടിയുള്ള പോരാട്ടം പോലുമല്ല. എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ അതിലും കൂടുതൽ എന്റെ മഠത്തിൽ ലഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പറയുന്നതെന്തും പ്രവർത്തിച്ചു കാണിക്കുന്നവരാണ് BJP നേതാക്കൾ, അല്ലാതെ നിങ്ങളെപ്പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവരല്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത 1 ലക്ഷം വാങ്ങാൻ കോൺഗ്രസ് ഓഫീസിലെത്തിയ സ്ത്രീകൾ നിന്ന വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ലഭിച്ച ഗ്യാരണ്ടി കാർഡുമായി സ്ത്രീകൾ എത്തിയത്. കോൺഗ്രസ് നൽകിയ ഫോം ആണെന്ന് അവകാശപ്പെട്ട ഗ്യാരണ്ടി കാർഡുമായാണ് പലരും എത്തിയത്. 1 ലക്ഷം രൂപയും തൊഴിലുമായിരുന്നു വാഗ്ദാനം. ഓഫീസിന് പുറത്ത് കാത്തിരിക്കുകയാണെന്നും ഫോമിൽ ബൂത്ത് നമ്പർ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഫോം ആരെങ്കിലും സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും സ്ത്രീകൾ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചിരുന്നു. ബംഗളൂരുവിലും സമാന സംഭവം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് സ്ത്രീകൾ നിൽപ്പുണ്ടായിരുന്നു. ബംഗളൂരുവിലെ രാജ്ഭവൻ റോഡിലെ ജനറൽ പോസ്റ്റ് ഓഫീസിന് പുറത്താണ് നിരവധി സ്ത്രീകൾ എത്തിയത്. എന്നാൽ സത്യത്തിൽ കോൺഗ്രസും അവിയൽ മുന്നണിയും ജനങ്ങളെ തന്നെ വിഡ്ഢികളാക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും ഇനി ജനങ്ങളോട് നടപ്പാകില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.